ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ ഓയിലാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അലോവേര, അതേപോലെ റോസ് പെറ്റൽ, രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, മഞ്ചിഷ്ടം എല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റീൻ്റെ അനുസരിച്ചാണ് എടുക്കേണ്ടത്. പപ്പായ, ബീട്രൂട്ട്, ക്യാരറ്റ്. പിന്നെ ആവശ്യം വെളിച്ചെണ്ണയാണ്. പിന്നെ നമുക്ക് നല്ലെണ്ണ ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മഞ്ചിഷ്ടം നന്നായി കേകി പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായി പൊടിഞ്ഞ് കിട്ടണം എന്നൊന്നുമില്ല. മഞ്ചിഷ്ടം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാം. അടുത്തതായി കസ്തൂരി മഞ്ഞളാണ് പൊടിച്ചെടുത്തത്. ഇതെല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റീൻ്റെ അനുസരിച്ചാണ് ഇടേണ്ടത്. പിന്നെ നമ്മുടെ രക്തചന്ദനവും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓയിലാണ്. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഒരു ഓറഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ഉണക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബീട്രൂട്ടും പപ്പായയും നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് തയ്യാറാക്കുന്നത് ഉരുളിയിലാണ്. അതിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും നല്ലെണ്ണയും നിങ്ങളുടെ ക്വാണ്ടിറ്റീൻ്റെ അനുസരിച്ചാണ്. ഞാൻ ആദ്യം ചേർക്കുന്നത് നല്ലെണ്ണയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റീൻ്റെ അനുസരിച്ചാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി ജ്യൂസ് ചേർത്ത് കൊടുക്കാം, പപ്പായയും ബീട്രൂട്ടൊക്കെ ചേർത്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. നല്ലവണ്ണം കത്താൻ വേണ്ടി ഞാനിതാ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ ഒഴിച്ച് കാണിച്ചു തരാം. അടിപൊളി ഓയിലാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയൂ. അതേപോലെ തന്നെ കയ്യിലുള്ള ഡ്രൈനെസ്സും അതേപോലെ സ്കിന്ന് നല്ല സോഫ്റ്റും ബ്രൈറ്റും ആകും. കൈകളിലും മുഖങ്ങളിലൊക്കെയുള്ള ചുളിവും മാറും. അടുത്ത നല്ല വീഡിയോവുമായി പിന്നെ കാണാം.